യൂണിറ്റ് 10 യൂറോപ്പ് ഓൺ ദ വേൾഡ് മാപ്പ്. ഇത് നമ്മുടെ എക്സാമിന് ഉണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. സോ ഞാൻ അതുകൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി. കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ വലിയ പാടുള്ള ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ, നമുക്ക് പഠിച്ചെടുക്കാവുന്നൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ജോഗ്രഫി ഇഷ്ടമാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും എന്നാണ് തോന്നുന്നത്. നമ്മുടെ യൂറോപ്പിനെ പറ്റിയിട്ട് ഒരു വിശദമായ പഠനമാണ് ഈ ഒരു ചാപ്റ്റർ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനായിട്ട് ഇല്ല. അപ്പം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാം, ഇന്നത്തെ യൂറോപ്പ് എന്ന് പറയുന്നൊരു പോർഷൻ കാണാൻ പറ്റുന്നുണ്ടല്ലേ. ആരുടെയാണത്? എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഇന്നത്തെ യൂറോപ്പ് എന്ന് പറയുന്നൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. എൻ്റെ യൂറോപ്പ് യാത്ര കണ്ടോ, അവിടെ സൈഡിൽ നിന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എൻ്റെ യൂറോപ്പ് യാത്ര. കുറേ എഴുതിയതും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അപ്പം ഇത്രയുള്ള അവിടെ പറയുന്നത് യൂറോപ്പിലേക്ക് എന്താണ് ഇറ്റലിയിൽ നിന്ന് യൂറോപ്പിലേക്ക് ടൂറ് പോയെന്നും ആ ടൂറിൽ വെച്ചിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റി, കുറേ സ്ഥലത്തൊക്കെ തങ്ങി. പിന്നെന്താ നമ്മുടെ ലീനിങ് ടവർ ഫ്രം പിസ, ദ സിറ്റി ഓഫ് ലീനിങ് ടവർ പിസ, അത് കാണാൻ പറ്റി. പിന്നെന്താ അങ്ങനെ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. കുറച്ച് ദിവസം അവിടെ താമസിച്ചു, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചു, ഇംഗ്ലണ്ട് വഴി പോയിട്ടുണ്ട്, പാരീസ്, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ് എല്ലായിടത്തും പോയി, കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു, മേജർ സിറ്റീസും മൗണ്ടെയിൻസും ഒക്കെ കണ്ടു. അങ്ങനെ അവസാനം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് ജൂലൈ 8, 1915 എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. അടുത്ത പേജിൽ പറയുന്ന നോക്കിക്കേ. These are the lines written by Malayalam travel writer and Jnanapith winner S.K. Pottakaad in his book ഇന്നത്തെ യൂറോപ്പ് ഇൻ 1955. 1955 എസ്.കെ. പൊറ്റക്കാട് എന്താണ് അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഇന്നത്തെ യൂറോപ്പിൽ എഴുതിയിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ വരികളൊക്കെ അതിൽ നിന്നുള്ളതാണ്. അപ്പം മലയാളം ട്രാവൽ റൈറ്ററും, അതായത് യാത്രാ സാഹിത്യകാരൻ അല്ലേ, മലയാള ട്രാവൽ റൈറ്ററും അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായിട്ടുള്ള എസ്.കെ. പൊറ്റക്കാടിൻ്റെ ബുക്കാണ് ഇത്. ഇതിൽ മെയിനായിട്ട് എന്താ പറയുന്നത്? യൂറോപ്പിനെ കുറിച്ചല്ലേ പറയുന്നത്. നമ്മൾ വായിച്ചപ്പോൾ നമുക്കതല്ലേ മനസ്സിലായത്. നോക്കാം. കുറച്ച് ബേസിക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് വേൾഡ് മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ യൂറോപ്പ് എവിടെ? തപ്പി പിടിക്കൂ കുട്ടികളെ, യൂറോപ്പ് എവിടെ? നോക്കൂ, ഏഷ്യയുടെ ആ ഒരു അടുത്തായിട്ട് തന്നെയാണ് നമുക്ക് യൂറോപ്പ് കാണാൻ പറ്റുക. ദാ യൂറോപ്പ്, ഇത് ഏഷ്യ, ദാ യൂറോപ്പ്, കണ്ടോ. ഇനി ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അടുത്ത ഒരു പേജിൽ വരുന്നുണ്ട്. അടുത്ത പേജിൽ ലൊക്കേഷൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നുണ്ട്. നമുക്കപ്പോൾ നോക്കാം. ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് യൂറോപ്പ്. യൂറോപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. കുറച്ച് അടിസ്ഥാന വിവരങ്ങൾ നമുക്ക് നോക്കാം. ദ ഏരിയ ഓഫ് യൂറോപ്പ് ഈസ് അപ്രോക്സിമേറ്റ്ലി 1,03,55,000 square kilometers. This is only 7% of the world's area. ഇത്രേ പറയുന്നുള്ളൂ. യൂറോപ്പിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന വിവരമാണ്. അതായത് യൂറോപ്പിൻ്റെ വിസ്തീർണം ഏകദേശം ഇത്രയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പം വേൾഡ് ഏരിയയെ നോക്കുമ്പോൾ 7% മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതാ ഇവിടെ കളറിൽ കൊടുത്തിട്ടുണ്ട്, റെഡ് കളറിൽ ഇവിടെ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ യൂറോപ്പ്. ഇനി നോക്കിക്കേ, ഇവിടെയാണ് മക്കളെ വരുന്നത് നമ്മുടെ പോർഷൻസ്. ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പോവാം. യൂറോപ്പ് ഈസ് ദ 6th largest continent. 6ാമത്തെ ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏത്? ഭൂഖണ്ഡമാണ് നമ്മുടെ യൂറോപ്പ് എന്ന് പറയുന്നത്. While the other 6 continents are separate land masses, Europe is seen as a western extension of Asia. മറ്റുള്ള 6 ഭൂഖണ്ഡങ്ങളും വേർതിരിച്ചായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. സെപ്പറേറ്റ് ആയിട്ടാണ് കാണാൻ പറ്റുന്നത്, വേറെ ഭൂഭാഗങ്ങളായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ യൂറോപ്പ് ഏഷ്യയുടെ ഒരു വിപുലീകരണമായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലേ. ഏതിൻ്റെയാണ്? ഏഷ്യയുടെ ഒരു വിപുലീകരണമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത്. ഒരു വെസ്റ്റേൺ എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമുക്ക്
കാണാൻ പറ്റുന്നത്. The vast landmass that includes Asia and Europe is called Eurasia. ഏഷ്യയും യൂറോപ്പും ചേർന്നിട്ടുള്ള ആ ഒരു ലാൻഡ് മാസിനെ നമ്മൾ എന്താണ് പറയുന്നത്, ആ ഒരു ഭൂഭാഗത്തെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? യുറേഷ്യ എന്നാണ് വിളിക്കുന്നത്. എന്താണ് മക്കളെ സെറ്റ് ആവാത്തത്? യുറേഷ്യ എന്നാണ് വിളിക്കുന്നത്. യൂറോപ്പ് വാസ് കൺസിഡേർഡ് ആസ് ദ സെന്റർ ഓഫ് ദ വേൾഡ്. യൂറോപ്പിനെ നമ്മുടെ ലോകത്തിന്റെ സെന്റർ ആയിട്ടായിരുന്നു കണ്ടിരുന്നത്, കേന്ദ്രമായിട്ടായിരുന്നു കരുതിയിരുന്നത്. ആര്? പഴയ കാലത്തെ ഗ്രീക്കും റോമൻ പണ്ഡിതന്മാരൊക്കെ. യൂറോപ്പ് വാസ് റെക്കോർഡഡ് ആസ് എ continent on world map made by Greeks and the Romans 2000 years ago. That is why Europe has been considered as a continent since ancient times. അതായത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഗ്രീക്കുകാരും റോമൻകാരും കൂടെ നമ്മുടെ യൂറോപ്പിനെ വേൾഡ് മാപ്പിൽ അടയാളപ്പെടുത്തിയത്, റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ടാണ് യൂറോപ്പിനെ പണ്ട് കാലം തൊട്ടേ ഒരു കോണ്ടിനെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് വന്നത്. ഇത്രയും വരെ മനസ്സിലായോ? ഇത്രയും വരെ ശരിയായോ? ഇനി നമുക്ക് ആ ലൊക്കേഷൻ ആണ് നോക്കാനുള്ളതല്ലേ. ലൊക്കേഷൻ നമുക്ക് നോക്കാം. ലൊക്കേഷൻ ഓഫ് യൂറോപ്പ്, യൂറോപ്പിന്റെ ലൊക്കേഷനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. യൂറോപ്പിന്റെ സ്ഥാനം, ലൊക്കേഷൻ ഓഫ് യൂറോപ്പ്. You have found that Europe is bordered by the Arctic Ocean to the north, the Atlantic Ocean to the west, and the Mediterranean Sea to the south. The Ural Mountains, the Black Sea, and the Caspian Sea to the east separate the Europe from Asia. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നമ്മൾ ആ ഒരു ബോക്സ് ഇല്ലായിരുന്നു, പേജ് നമ്പർ 166 ലുക്ക് അറ്റ് ദ വേൾഡ് മാപ്പ് ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു ലൊക്കേഷൻ ഓഫ് യൂറോപ്പിനകത്ത് അത് പറയുന്നുണ്ട്. ഇതാ കിടക്കുന്നു, നോക്കിക്കേ. യൂറോപ്പ് എന്തൊക്കെയായിട്ട് ബോർഡർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. യൂറോപ്പ് കുറേ സ്ഥലങ്ങളുമായിട്ട് ബോർഡർ ചെയ്താണ് കിടക്കുന്നത്. യൂറോപ്പ് ഈസ് ബോർഡർഡ് ബൈ ആർട്ടിക് ഓഷ്യൻ. നോർത്തിൽ ആർട്ടിക് ഓഷ്യൻ, വെസ്റ്റില് അറ്റ്ലാന്റിക് ഓഷ്യൻ, സൗത്തില് മെഡിറ്ററേനിയൻ സീ, അതുപോലെ തന്നെ ഈസ്റ്റിലോ യുറാൾ മൗണ്ടെയിൻസ്, ബ്ലാക്ക് സീ, കാസ്പിയൻ സീ. അതൊക്കെ യൂറോപ്പിനെ ഏഷ്യയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ യൂറോപ്പിന്റെ ഒരു പൊളിറ്റിക്കൽ മാപ്പ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും റഷ്യ ആണല്ലേ ഏറ്റവും വലിപ്പം കൂടിയത്, അല്ലേ? റഷ്യ അല്ലേ ഏറ്റവും വലുത്? നമുക്ക് ഒരു പൊളിറ്റിക്കൽ മാപ്പിനകത്ത് കാണാൻ പറ്റും. നോക്കിക്കേ, ഇവിടെ ഡിഡ് യു നോ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അതുകൂടെ വായിച്ചു നോക്കാം. ദ ലാർജസ്റ്റ് കൺട്രി ഇൻ യൂറോപ്പ് ഈസ് റഷ്യ. യൂറോപ്പിലെ ഏറ്റവും വലിയ കൺട്രിയാണ് റഷ്യ എന്ന് പറയുന്നത്. ഓൺലി 25% ഓഫ് റഷ്യാസ് ലാൻഡ് ഏരിയ ഈസ് ഇൻ യൂറോപ്പ്. വെറും 25% ഭൂഭാഗമേ റഷ്യയുടെ യൂറോപ്പിലുള്ളൂ. ബാക്കിയൊക്കെ എവിടെയാണ്? നമ്മുടെ ഏഷ്യയിലാണ്. യൂറോപ്പ് ഇൻക്ലൂഡ്സ് ദ റഷ്യൻ റീജിയൻ വെസ്റ്റ് ഓഫ് ദ യുറാൾ മൗണ്ടെയിൻസ്. യുറാൾ പർവ്വതനിരയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള റഷ്യൻ പ്രദേശങ്ങൾ യൂറോപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിയർലി 75% ഓഫ് ദ റഷ്യൻ പോപ്പുലേഷൻ യൂറോപ്പിലാണ് യൂറോപ്യൻ റഷ്യയിലാണ് താമസിക്കുന്നത്. അതായത് യൂറോപ്യൻ റഷ്യ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യൂറോപ്യൻ റഷ്യ, യൂറോപ്പും റഷ്യയും കൂടുള്ള രണ്ടും അല്ല. യൂറോപ്പ് ആണെന്ന് വെച്ചാൽ യൂറോപ്പ് അല്ല, റഷ്യ ആണെന്ന് വെച്ചാൽ റഷ്യ അല്ല. അതായത് ഏഷ്യയുടെ എനിക്കിവിടെ കൺഫ്യൂഷൻ ആവുന്നു. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് യൂറോപ്യൻ റഷ്യ. കൂടുതലും ഈ ഒരു റഷ്യയിലെ ആൾക്കാർ യൂറോപ്യൻ റഷ്യയിലാണ് താമസിക്കുന്നത്. ദ ലാർജസ്റ്റ് സിറ്റീസ് ഓഫ് റഷ്യ. റഷ്യയിലെ വലിയ സിറ്റീസ് ഏതൊക്കെയാണ്?
ഏതൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്? മോസ്കോ ഉണ്ട്, പിന്നെ സെൻറ്റ് പീറ്റർബർഗ് ഉണ്ട്, പിന്നെ ഏതാണ്, അതൊക്കെയാണ് യൂറോപ്യൻ റഷ്യയിലുള്ള സിറ്റീസ്. ബാക്കി യൂറോപ്യൻ കൺട്രീസൊക്കെ കുറച്ചുണ്ട്, അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. യുക്രൈൻ, ഫ്രാൻസ്, സ്പെയിൻ, സ്വീഡൻ, ഇതൊക്കെയാണ് വരുന്നത്. നമുക്കിവിടെ അല്ലേ നോക്കാനുള്ളത്. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് കുറച്ച് നോക്കണം. ടോപ്പോഗ്രഫി ആദ്യത്തെയാണ്. ടോപ്പോഗ്രഫി. യൂറോപ്പ് ഹാസ് എ ഡൈവേഴ്സ് ടോപ്പോഗ്രഫി. യൂറോപ്പിന് കുറച്ച് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണുള്ളത്. The topography of Europe can be classified as follows. Let's see what they are. അപ്പോൾ നമ്മുടെ യൂറോപ്പിൻ്റെ ടോപ്പോഗ്രഫികളെ, ഭൂപ്രകൃതിയുടെ സവിശേഷതകളെയൊക്കെ നമുക്ക് കുറച്ച് 4ആയിട്ട് തിരിക്കാൻ പറ്റും. 4 എണ്ണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് ഉണ്ട്, പിന്നെന്താണ് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ്, സെൻട്രൽ അപ്ലാൻഡ്സ്, ആൽഫൈൻ മൗണ്ടെയിൻ സിസ്റ്റം, ഇതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനു മുമ്പ് ഈ ഒരു സൈഡ് ബോക്സിലുള്ള ഫ്യോർഡ്സ് എന്ന് പറയുന്ന പോർഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഇത് പലരും പലതുപോലെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒന്നും മനസ്സിലാവാത്തത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർഡുകൾ എന്ന് വായിച്ചാൽ മതി. ഫോർട്ട്സ് എന്ന് വായിച്ചാൽ മതി. അവിടെ ജെ സൈലൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഫോർട്ട്സ്. U-shaped valleys are valleys formed in a U shape by the process of glacial erosion. ഗ്ലേസിയേഴ്സിൻ്റെ ഉരുകുന്നത് കാര്യം. ഗ്ലേസിയേഴ്സ് ആ ഒരു പ്രോസസ്സ്, ഉരുകുമല്ല, അതിൻ്റെ ആ ഒരു പ്രോസസ്സ് കാരണം ഇപ്പം പറയാവേ. U-shaped valleys are valleys formed in a U shape by the process of glacial erosion. Fords are glacial valleys formed in this way on the coast of high latitudes. Plankton grows abundantly in fords where warm and cold water current meets. These areas are rich in fish and they come to feed on the planktons. Therefore, the Scandinavian region is famous for fishing. ഇത്രയുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർഡുകളെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലേസിയേഴ്സില്ലേ, ആ ഒരു ഗ്ലേസിയേഴ്സിൻ്റെ ഉണ്ടായി വരുമ്പോൾ യു ഷേപ്പിലാണ് അത് ഉണ്ടാകുന്നത്. ആ ഒരു പ്രോസസ്സാണ്. അപ്പം അങ്ങനെ ആ ഒരു പ്രോസസ്സ് കാരണം ചില താഴ്വരകളിലൊക്കെ ഇങ്ങനെ അവിടെ ഗ്ലേസിയേഴ്സ് കണ്ടിട്ട് ഇതായിട്ട് ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ഉയർന്ന അക്ഷാംശങ്ങളിലുള്ള തീരപ്രദേശങ്ങളിൽ ഇത്തരം ഹിമാനി താഴ്വരകൾ കടലിലേക്ക് നീളുമ്പോൾ അവ നമ്മൾ എന്തെന്ന് വിളിക്കും? ഫോർഡുകളെന്ന് നമ്മൾ വിളിക്കും. ചൂടുള്ളതും തണുപ്പുള്ളതുമായിട്ടുള്ള കടൽ പ്രവാഹങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്ന ഫോർഡുകളിൽ പ്ലാങ്ക്ടണുകൾ ധാരാളമായി വളരുന്നു. ഈ പ്ലാങ്ക്ടണുകളെ ഭക്ഷിക്കാനായിട്ട് മത്സ്യങ്ങളൊക്കെ അവിടെ കൂടുതലും കാണും. അതുകൊണ്ട് മീൻപിടുത്തത്തിനൊക്കെ വളരെ നല്ല സ്ഥലമാണ് സ്കാൻഡിനേവിയൻ പ്രദേശം എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമ്മൾ ഈ 4 എണ്ണത്തിൽ ആദ്യത്തേത് നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സിൻ്റെ പ്രത്യേകതകൾ നോക്കാം. വടക്ക് പടിഞ്ഞാറൻ ഉയർന്ന പ്രദേശങ്ങൾ, അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മലയാളം. നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ്. The high hills found in the northwestern region of Europe and the Scandinavian plateau spread across Norway, Sweden, Finland and the specialty of the northwestern highlands. അതായത് യൂറോപ്പിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിലും നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന സ്കാൻഡിനേവിയൻ പീഠഭൂമിയിലുള്ള ഉയർന്ന കുന്നുകളായ പ്രദേശങ്ങളെയാണ് നമ്മൾ നോർത്ത് വെസ്റ്റേൺ ഹൈലാൻഡ്സ് എന്ന് വിളിക്കുന്നത്. Scandinavia is a popular destination for travelers with its snow-capped mountains, glaciers, fast-flowing rivers, beautiful forests and lakes. മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ, ഹിമാനികൾ, വേഗത്തിൽ ഒഴുകുന്ന നദികൾ, മനോഹരമായ വനങ്ങൾ, തടാകങ്ങൾ, ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കാൻഡിനേവിയൻ പ്രദേശം യാത്രക്കാരുടെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്.
Round-topped and gently sloping hills formed as a result of long-term glaciation and weathering are found in many places. Forts, which are found on the Scandinavian coast, are another feature of this region. ദീർഘകാല ഹിമാനി പ്രവർത്തനങ്ങളുടെയും കാലാവസ്ഥാ ക്ഷയത്തിൻ്റെയൊക്കെ ഫലമായിട്ട് രൂപപ്പെട്ട വൃത്താകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു യു ഷേപ്പിലുള്ള സൗമ്യമായ ചരിവുകളുള്ള കുന്നുകൾ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്നുണ്ട്. സ്കാൻഡിനേവിയൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫോർഡുകൾ ഈ മേഖലയിൽ മറ്റൊരു പ്രധാന ഭൗഗോള സവിശേഷതയാണ്. ഇനി താഴെ നോക്കിക്ക് ഒരു പോർഷൻ പറയുന്നുണ്ട്. ഗ്ലേസിയേഷനും വെതറിങ്ങും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വൃത്തിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഗ്ലേസിയേഴ്സ് ആർ മൂവിങ് മാസ് ഓഫ് ഐസ്. ചലിക്കുന്ന മഞ്ഞുമാസങ്ങളെയാണ് ചലിക്കുന്ന മഞ്ഞുഗോളങ്ങളെ, വലിയ പീസുകളെയാണ് നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്നത്, ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് ഓഫ് ദർ മൂവ്മെൻറ്റ്, അവരുടെ ഈ ഒരു സഞ്ചരിക്കുന്ന ആ ഒരു ഇത് കാരണം ഡിഫറെൻറ്റ് ലാൻഡ് ഫോംസ് ആർ ക്രിയേറ്റഡ് ആൻഡ് ദ സർഫസ് ഈസ് ചേഞ്ച്ഡ്. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഗ്ലേസിയേഷൻ. അതായത് ഇത്രയേ ഉള്ളൂ പറഞ്ഞിരിക്കുന്നത്. ഇത് സഞ്ചരിക്കുമ്പോൾ വിവിധ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭൂതലത്തിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ഈ ഗ്ലേസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വെതറിങ് എന്താന്ന് നോക്കിക്കേ. വെതറിങ് ഈസ് ദ ഫിസിക്കൽ, കെമിക്കൽ ഓർ ബയോളജിക്കൽ ഡീകമ്പോസിഷൻ ഓർ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് റോക്സ് ഓൺ ദ എർത്ത് സർഫസ്. ഭൂതലത്തിലെ പാറകളുടെ ഭൗതിക, രാസ അല്ലെങ്കിൽ ജൈവ പ്രക്രിയകളിലൂടെ തകരുകയോ അല്ലെ അത് ഡീകമ്പോസ് ചെയ്യുകയോ ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ആണ്. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം. The North European plains are located south of the Northwestern Highlands. Northwestern Highlandsന്റെ സൗത്തിലാണ് എന്തുള്ളത്, നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻസ്. നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിനെ ഗ്രേറ്റ് യൂറോപ്യൻ പ്ലെയിൻസ് എന്ന് നമ്മൾ വിളിക്കും. This plain extends from the Ural Mountains in the east to Atlantic Ocean in the west. ഇത് എവിടം തൊട്ട് എവിടം വരെയുണ്ട്? ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെയുണ്ട്. ഈസ്റ്റിലുള്ള യുറാൾ മൗണ്ടെയിൻ തൊട്ടിട്ട് വെസ്റ്റിലുള്ള അറ്റ്ലാന്റിക് ഓഷ്യൻ വരെ ഈ ഒരു പ്ലെയിനിൻ്റെ എക്സ്റ്റൻഷൻ ഉണ്ട്. The plain has a fairly flat topography with small hills and here and there. അവിടെ ഇവിടെയൊക്കെ ചെറിയ കുന്നുകളൊക്കെയുള്ള ഒരു പ്രകൃതമാണ് ഈ ഒരു നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിന് ഉള്ളത്. ഈ ഒരു നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസ് കൃഷിക്കൊക്കെ വളരെ അനുയോജ്യമാണ്. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. വടക്കൻ യൂറോപ്യൻ സമതലങ്ങൾ ഹിമാനി നിക്ഷേപങ്ങളുടെ യൂറോപ്പിലെ പ്രധാന നദികളായ വോൾഗ, ഡോൺ, സ്നീപ്പർ എന്നിവയുടെ അലൂവിയൽ നിക്ഷേപങ്ങളുടെയും ഫലമായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അവിടെ അഗ്രികൾച്ചർ നല്ല രീതിക്ക് സ്യൂട്ടബിൾ ആണ്. ഇനി അവിടെ പറയുന്ന കണ്ടില്ലേ, ഇവിടുത്തെ മേജർ റിവേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യമാണ്. നമ്മൾ അത് വായിച്ചു. ഇനി നോക്കിക്കേ, വോൾഗ ഈസ് ദ ലോങ്ങസ്റ്റ് റിവർ ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും വലിയ നദിയാണ് വോൾഗ. വടക്കൻ യൂറോപ്പ് സമതലങ്ങളിൽ നോർത്ത് യൂറോപ്യൻ പ്ലെയിൻസിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന പുൽമേടകളാണ് സ്റ്റെപ്പുകൾ. വൈഡ് സ്പ്രെഡായിട്ട് കാണുന്ന ഗ്രാസ് ലാൻഡിൻ്റെ പേരെന്താണ്? സ്റ്റെപ്പുകൾ. ഓക്കെ, ഇനി നോക്കിക്കേ, സെൻട്രൽ അപ്ലാൻഡ് വായിച്ചു നോക്കാം. സെൻട്രൽ അപ്ലാൻഡ്, വടക്കൻ യൂറോപ്യൻ സമതലങ്ങൾ വായിച്ചു നോക്കാം. The central upland are located to the south of the North European plains. വടക്കൻ യൂറോപ്യൻ സമതലങ്ങളുടെ തെക്കുഭാഗത്താണ് മധ്യ ഉയർന്ന പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. This area of land filled with small hills, valleys and plateaux stretches from Ireland in the west to Russia in the east. ഈ ഒരു ഭൂപ്രദേശത്ത്
എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ സ്മോൾ ഹിൽസ് ഉണ്ട്, ചെറിയ കുന്നുകൾ, വാലികൾ, താഴ്വാരകൾ, പിന്നെന്താ പ്ലേറ്റ്യൂസ് ഉണ്ട്, പീഠഭൂമികളുണ്ട്. എവിടം തൊട്ട് എവിടം വരെയുണ്ട്? വെസ്റ്റിലുള്ള അയർലാൻഡ് മുതൽ ഈസ്റ്റിലുള്ള റഷ്യ വരെയാണ് ഇതിങ്ങനെ നീണ്ടു കിടക്കുന്നത്. ദ റൈൻ ആൻഡ് റോൺ റിവേഴ്സ് എൻറിച്ച് ദിസ് ഏരിയ വിത്ത് വാട്ടർ. ഇവിടുത്തെ ജലമൊക്കെ ആരാണ് നൽകുന്നത് എന്ന് സഹായിക്കുന്ന റിവേഴ്സ് ഏതൊക്കെയാണ്? റൈനും റോണും ആണ്. പേര് കണ്ടില്ലേ, നല്ല റൈമിങ് ആയിട്ടുണ്ട്. The different landforms that makes up the central uplands are listed below. താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ സെൻട്രൽ അപ്ലാൻഡിന്റെ പ്രത്യേക പല പല ഡിഫറെന്റ് ലാൻഡ് ഫോംസ് ആണ്, ഭൂരൂപങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കത് നോക്കാം അല്ലേ. മേജർ ലാൻഡ് ഫോംസ് ഓഫ് സെൻട്രൽ അപ്ലാൻഡ്സ്: റൈൻ വാലി, വോസ്ഗസ് മൗണ്ടെയിൻ, ജുറ മൗണ്ടെയിൻ, സെൻട്രൽ മാസിഫ് പ്ലേറ്റ്യൂ, ഇതൊക്കെ ഫ്രാൻസിലാണുള്ളത്. അർഡൻസ് മൗണ്ടെയിൻ ബെൽജിയത്തിലാണുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് മൗണ്ടെയിൻ, ഹാസ് മൗണ്ടെയിൻ ജർമ്മനി, മസേറ്റ പ്ലേറ്റ്യൂ സ്പെയിൻ, ബൊഹേമിയൻ പ്ലേറ്റ്യൂ ചെക്ക് റിപ്പബ്ലിക്, ഇവിടൊക്കെയാണ് ഉള്ളത്. ഓക്കെ. ജുറാസിക് പാർക്ക്. ഹാവ് യു സീൻ ദ മൂവി ജുറാസിക് പാർക്ക്? നിങ്ങൾ ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടോ? Dinosaurs, the largest animal in the world, lived during the Jurassic period. ലോകത്തിലെ ഏറ്റവും വലുതായ ജീവികളായ ഡൈനോസറുകൾ ജുറാസിക് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്. The Jurassic period got its name because the rocks from this period, which were about 143 million years ago, have been found in the Jura Mountain of Europe. അതായത് ഏകദേശം 143 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഒരു കാലഘട്ടത്തിന് ജുറാസിക് കാലം എന്ന പേര് ലഭിച്ചത്, നമ്മൾ പറഞ്ഞല്ലോ യൂറോപ്പിൽ ഒത്തിരി മലനിരകളൊക്കെ ഉണ്ട്, അതിനകത്തെ ജുറ പർവ്വത നിരകളിൽ കണ്ടെത്തിയ ആ കാലവുമായിട്ട് ബന്ധപ്പെട്ട കല്ലുകളെ, കുറച്ച് പാറ കഷ്ണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു ജുറാസിക് പാർക്കിന് പേര് വന്നത്. ഓക്കെ, നല്ല കാര്യമല്ലേ? ഇപ്പം പഠിക്കാനൊക്കെ എന്ത് രസമാണ്, ഇതൊക്കെയല്ലേ പഠിക്കാനുള്ളത്. അടുത്ത നോക്കിക്ക്, നമുക്ക് ഒരാളെയും കൂടെ പഠിക്കാനുണ്ടായിരുന്നു, ആൽപൈൻ മൗണ്ടെയിൻ സിസ്റ്റം. അതെന്താന്ന് പറഞ്ഞാൽ ആൽപൈൻ പർവ്വത സംവിധാനം. വായിച്ചു നോക്കാം. The Alpine mountain system is a series of fall mountains with parallel ranges located south of the central uplands. These mountain ranges extend from the Atlantic Ocean in the west to the Caspian Sea in the east. The main Alpine mountain ranges are the Alps, Caucasus, and the Carpathians. Mount Elbrus is the Caucasus mountain is the highest peak in Europe. എന്തുവാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആൽപ്സ് മൗണ്ടെയിൻ റേഞ്ചസിന്റെ പടം കൊടുത്തിട്ടുണ്ട്. അതായത് ആൽപ്സ് സെൻട്രൽ അപ്ലാൻഡിന്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സമാന്തരമായിട്ട് മടക്ക് പർവ്വതങ്ങളെയാണ് നമ്മൾ ആൽപൈൻ പർവ്വതനിരകൾ എന്ന് വിളിക്കുന്നത്. ഈ പർവ്വതനിരകൾ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് കിഴക്ക് കാസ്പിയൻ കടൽ വരെ വ്യാപിച്ചു കിടക്കുന്നു. ആൽപൈൻ പർവ്വത സംവിധാനത്തിലെ പ്രധാന പർവ്വതങ്ങളാണ് ആൽപ്സ്, കൊക്കേഷ്യൻ, പിന്നെ കാർപാത്തിയൻ എന്നൊക്കെ പറയുന്നത്. കൊക്കേഷ്യൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് എൽബ്രൂസ് എന്ന് പറയുന്നതാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടി, ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, കാസ്റ്റൽ ഡ്രാക്കുള. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കാസ്റ്റൽ ഡ്രാക്കുള. നമുക്കത് ഈ ഒരു സംഭവം മലയാളീകരിച്ച് പറയാം. എൻ്റെ സുഹൃത്തെ, കർപ്പാത്തിയൻ പർവ്വതനിരകളിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഉറ്റുനോക്കി കാത്തിരിക്കുകയാണ്. ഇന്ന് രാത്രി നന്നായി വിശ്രമിക്കൂ. നാളെ പുലർച്ചെ 3 മണിക്ക് ബുക്കോവനയിലേക്കുള്ള ദിലിജൻസ് പുറപ്പെടും. അതിൽ നിങ്ങൾക്കായി ഒരു സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ലണ്ടനിൽ നിന്നുള്ള നിങ്ങളുടെ യാത്ര സുഖകരമായിരിക്കുമെന്നും എൻ്റെ മനോഹരമായ ദേശത്ത് നിങ്ങൾക്ക് താമസം ആസ്വദിക്കാമെന്നും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്ത് ഡ്രാക്കുള. ഇത് കഴിഞ്ഞ 100-ലധികം വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള വായനക്കാരെ ഭീതിയിലാഴ്ത്തിയ ഡ്രാക്കുള എന്ന നോവലിൽ നിന്നെടുത്തൊരു ഭാഗമാണ്. ഈ നോവൽ ആരംഭിക്കുന്നത് നായക കഥാപാത്രമായ ജൊനാഥൻ ഹാർക്കർ ലണ്ടൻ നഗരത്തിലെ ഒരു കൊട്ടാരം വാങ്ങാൻ പദ്ധതിയിടുന്നതും രക്തദാഹിയായ കൗണ്ട് ഡ്രാക്കുളയെ തേടി കാസ്റ്റിൽ ഡ്രാക്കുളയിൽ എത്തുന്നതിനെ പറ്റിയൊക്കെയാണ്.
1897 എറിസ് എഴുത്തുകാരനായ ബ്രാം സ്റ്റോക്കർ രചിച്ച ഈ നോവലിന്റെ ഭൂരിഭാഗം സംഭവ വികാസങ്ങളും നടക്കുന്നത് കാർപാത്തിയൻ പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന കാസ്റ്റിൽ ഡ്രാക്കുളയിലാണ്. ഓക്കെ, ഈ കാർപാത്തിയന്റെ കാര്യമാണ് നമ്മൾ ഈ ഒരു ആൽഫ് മൗണ്ടെയിൻ സിസ്റ്റത്തിനകത്ത് പറഞ്ഞത്. കൊള്ളാം അല്ലേ? പിന്നെ ഫോൾഡ് മൗണ്ടെയിൻസ് എന്തുവാന്നോ അത് ഇങ്ങനെ ജസ്റ്റ് ഓർത്താൽ മതി. നമ്മുടെ ദ ലിതോസ്ഫിയർ ദ ഔട്ടർ മോസ്റ്റ്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി. The lithosphere, the outermost layer of the earth composed of the crust and the upper part of the mantle, is generally solid. The lithosphere is made up of irregularly shaped plates. These plates are several thousand kilometers wide and have an average thickness of 100 kilometers. Fold mountains are mountains formed by the folding of rock layers at plate boundaries where the plate collide with each other. Example, the Himalayas. എന്താന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ജസ്റ്റ് അത് വായിച്ചു വിട്ടാൽ മതി, ഇത്രേ ഉള്ളൂ. ലിതോസ്ഫിയറിൽ ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് നമ്മുടെ ലിതോസ്ഫിയർ എന്ന് പറയുന്നത്. ഇത് ഭൂഖണ്ഡവും അതുപോലെ തന്നെ മാൻഡിലിന്റെ മുകൾ ഭാഗവും ചേർന്ന് രൂപപ്പെട്ടതാണ്. ലിതോസ്ഫിയർ സാധാരണയായി കഠിനമായിട്ടുള്ള അവസ്ഥയിലാണ് കാണുന്നത്. ലിതോസ്ഫിയറിൽ എന്താണ് പല വലിയ ആകൃതിയിലുള്ള പ്ലേറ്റുകൾ നിർമ്മിതമാണ്. ഈ പ്ലേറ്റുകൾ പലതും ആയിരക്കണക്കിന് കിലോമീറ്റർ വീതിയുള്ളതൊക്കെയാണ്. ശരാശരി ഏകദേശം 100 കിലോമീറ്റർ കനമുള്ളവയൊക്കെയാണ്. അപ്പം മടക്കുപർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് പ്രദേശങ്ങൾ പാറകളുടെ പാളികൾ മടക്കപ്പെടുന്നതിനാണ് നമ്മൾ മടക്കുപർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത്.